ഹായ് പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും മാത്സിന്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒന്ന് മീൻ, മാധ്യം, അതുപോലെ മധ്യമം, മീഡിയൻ. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. രണ്ട് രീതിയിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വന്നേക്കാം. ഒന്ന്, കുറേ നമ്പറുകൾ, കുറേ വാല്യൂസ് നമുക്ക് തരും. ആ വാല്യൂസിൻ്റെ മീൻ കാണാൻ പറയും, മീഡിയൻ കാണാൻ പറയും. ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയും. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇവിടെ കുറച്ച് ഏജസ് ഓഫ് 9 വർക്കേഴ്സ് ഓഫ് എ കമ്പനി ഈസ് ഗിവൺ. ഒരു കമ്പനിയിലെ 9 ജോലിക്കാരുടെ വയസ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫൈൻഡ് മീൻ ഏജ് ആൻഡ് മീഡിയൻ ഏജ്. വയസ്സിന്റെ മാധ്യവും മധ്യമവും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. 9ാം ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇതിവിടെ മീൻ കാണുന്നത്? ഈ വാല്യൂസ് എല്ലാം, മാധ്യം കാണാൻ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൂട്ടുക, അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? ആദ്യം നമുക്ക് എല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ മീൻ മാധ്യം സമം എല്ലാം കൂടെ കൂട്ടുക. എല്ലാം കൂടെ കൂട്ടുന്നു, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. തുകയെ എല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന തുകയെ അതിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാധ്യമായി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 342 എന്ന് കിട്ടും. 342നെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 38 എന്ന് കിട്ടും. ഇങ്ങനെ വാല്യൂസ് ഇങ്ങനെ നിരത്തി തന്നു കഴിഞ്ഞാൽ മാധ്യം കാണാൻ എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ കൂട്ടുക, അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ മീഡിയൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ മധ്യമം. മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യമം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ തന്നിരിക്കുന്ന വാല്യൂസിനെല്ലാം ഒരു ഓർഡറിൽ എഴുതണം. സാധാരണ നമ്മൾ എഴുതാറുള്ളത് ഒരു ഓർഡറാക്കി എഴുതുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതും, അല്ലെ? ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതും. നമുക്കിവിടെ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു ഓർഡർ ആയിക്കണം. ആ ഓർഡർ ആയതിനു ശേഷമാണ് ഏറ്റവും നടുക്കുള്ള മധ്യത്തിൽ വരുന്ന വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കലാണ് മധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഓർഡറിൽ എഴുതി കളയാം. ഇവിടെ തന്നിരിക്കുന്ന ഈ വാല്യൂസിനെല്ലാം ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്നുള്ള ഓർഡറിൽ ഈ ഏജസ് എല്ലാം, ഈ വയസ്സുകളെല്ലാം നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഏറ്റവും ചെറിയത് 33 അങ്ങനെ ഏറ്റവും വലിയത് 45 ആ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഇനി നോക്ക്, ഇവിടെ ഏറ്റവും നടുക്ക് വരുന്നത് എത്രാമത്തതാണ് നടുക്ക് വരുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ മതി. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണമാണുള്ളത്. 9 വാല്യൂസ് ആണ് ഉള്ളതെങ്കിൽ അവിടെ നടുക്ക് വരുന്നത്, മധ്യത്തിൽ വരുന്നത് എത്രാമത്തെ വാല്യൂ ആയിരിക്കും? ഇവിടെ 5ാമത്തെ വാല്യൂ ആയിരിക്കും, അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറ്റ സംഖ്യകളാണെങ്കിൽ, അതുപോലെ ഇരട്ട സംഖ്യകളാണ് നമുക്ക് തരുന്ന വാല്യൂസിന്റെ എണ്ണമെങ്കിൽ മധ്യത്തിലുള്ളതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ സംഖ്യ എണ്ണമാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന എണ്ണത്തിനോട് 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി കാണുക. അപ്പോൾ ഇവിടെ എത്തുന്നുണ്ട് 9 ആണത്. 9 ആണെങ്കിൽ അവിടുത്തെ മധ്യത്തിൽ വരുന്നത് 9 + 1/2. അപ്പോൾ 10/2 സമം 5. 5ാമത്തെ സ്ഥാനത്തുള്ള വാല്യൂ ആയിരിക്കും ഇവിടുത്തെ മധ്യമം എന്ന് പറയുന്നത്. 5ാമത് വരുന്നത് എവിടെയാണ്? 1, 2, 3, 4, 5. 5ാമത് വരുന്നത് 38 ആണ്. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ മധ്യമം എന്നാണ് പറയുക. മീഡിയൻ അല്ലെങ്കിൽ മധ്യമം ഈക്വൽ ടു 38. മധ്യമം 38 എന്ന് കിട്ടും. ഇനി നേരെ മറിച്ച് ഇവിടെ 9 എന്നുള്ള ഒറ്റ സംഖ്യ എണ്ണമാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. 10 എണ്ണം കൊണ്ടിരിക്കട്ടെ. അതായത് തന്നിരിക്കുന്ന എണ്ണം ഒരു ഇരട്ട സംഖ്യ ആണെങ്കിൽ. അപ്പൊ ഇരട്ട സംഖ്യ ആണെങ്കിൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. ഇരട്ട സംഖ്യ വരുന്ന രീതിയിൽ ഒരു വാല്യൂ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നോക്കാം. ഇതിലേക്ക് ഞാൻ 48 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. 48 എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ എത്ര ആളുകളുടെ വയസ്സായി? 10 ആളുകളുടെ വയസ്സായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാധ്യത്തിലും മധ്യമത്തിലും മാറ്റങ്ങൾ വരും. മാധ്യത്തിൽ വരുന്ന മാറ്റം എന്താണ്? ഈ 48 കൂടെ നമുക്ക് ഇതിനോട് ചേർക്കുക. അപ്പോൾ 342 കൂടെ ഒരു 48 കൂടെ കൂട്ടുന്നു. അപ്പോൾ എണ്ണം എത്തായി ഇവിടെ 9 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആകെ എണ്ണം
10 അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് എത്ര കിട്ടും? 340 40 380 390 390/10 എന്ന് കിട്ടും. സമം 39 എന്നായി മാറും. മാധ്യം 39 എന്നായി മാറും. അപ്പോൾ ഇവിടെ മാറ്റം ഉണ്ടാവില്ലേ? ഇവിടെ നമുക്ക് 10ാമത് ഒരാൾ കൂടെ വയസ്സും കൂടെ കയറുവാണ്. 48 എന്ന് പറയുന്ന 10ാമത്തെ ഒരു വയസ്സും കൂടെ കയറുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ മധ്യത്തിൽ എത്ര പേരുണ്ട്? ഇരട്ട സംഖ്യ ആണെങ്കിൽ അവിടെ തന്നിരിക്കുന്ന വാല്യൂസിന്റെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ അവിടെ മധ്യത്തിൽ 2 വാല്യൂസ് വരും. ഉദാഹരണത്തിന് ഇതാണ് ഇവിടെ 5ാമത്തെയും 6ാമത്തെയും 2 വാല്യൂ ഇവിടെ സെയിം ആണ്. 2 വാല്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 2 വാല്യൂസും കൂടെ കൂട്ടിയിട്ട് കിട്ടുന്നതിന്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ 38 + 38/2 എന്നാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. 38 + 38/2 നമുക്ക് 76/2 വീണ്ടും 38 എന്ന് തന്നെ കിട്ടും. നേരെ മറിച്ച് ഇവിടെ ഉണ്ടായിരുന്നത് വേറെ ഏതെങ്കിലും വാല്യൂ ആണെങ്കിൽ നമുക്ക് 2 കൂടെ കൂട്ടുക. എങ്ങനെയാണെങ്കിലും ആ 2 വാല്യൂസ് കൂടെ കൂട്ടുക. എന്നിട്ട് അതിന്റെ പകുതി എടുത്താൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ മധ്യമം എന്ന് പറയുന്നത്. ഒറ്റ സംഖ്യാ പദങ്ങളാണെങ്കിലും അതുപോലെ ഇരട്ട സംഖ്യാ എണ്ണ പദങ്ങളാണെങ്കിലും മധ്യവും മാധ്യമവും കണ്ടുപിടിക്കുന്നതിന്റെ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന രീതിയാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഇവിടെ ബോർഡിൽ കുറച്ച് വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് ഒരു ക്ലാസ്സിലെ കുറച്ചധികം കുട്ടികളുടെ മാത്സ് എക്സാം കഴിഞ്ഞപ്പോൾ കിട്ടിയ മാർക്കിന്റെ വിവരങ്ങളാണ്. പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 0 to 10 മാർക്ക് കിട്ടിയ 3 പേർ, 10 to 20 കിട്ടിയ 7 പേർ, 20 to 30 കിട്ടിയ 10 പേർ, 30 to 40 കിട്ടിയ 5 പേർ, 40 to 50 കിട്ടിയ 6 പേർ. ഇങ്ങനെയാണ് അവിടെയുള്ള കുട്ടികളുടെ മാർക്കിന്റെ വിവരങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് ദ മീഡിയൻ മാർക്ക് എന്നാണ് ചോദിക്കുക. അപ്പോൾ അത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു 4 ചോദ്യങ്ങളായിട്ടാണ് നമ്മളോട് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ദിസ് ക്ലാസ്? ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഉണ്ടാവുക ഇഫ് ദ സ്റ്റുഡൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ മാർക്സ് വിച്ച് സ്റ്റുഡൻസ് മാർക്ക് ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ മാർക്ക്? കുട്ടികളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർഡർ ആക്കി നിർത്തിയാൽ, ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്നുള്ള മാർക്ക് അടിസ്ഥാനത്തിൽ നിർത്തിയാൽ എത്രാമത്തെ സ്റ്റുഡന്റിന്റെ, ഏത് വിദ്യാർത്ഥിയുടെ മാർക്കാണ് ഇവിടെ മീഡിയൻ മാർക്ക്, മധ്യമ മാർക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. പിന്നെ മൂന്നാമത്തെ ചോദ്യം ഉണ്ടാവുക. മൂന്നാമത്തെ ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ അസ്യൂംഡ് മാർക്ക് ഓഫ് 11th സ്റ്റുഡന്റ്? 11ാമത്തെ കുട്ടിയുടെ അസ്യൂംഡ് മാർക്ക് ഏതായിരിക്കും, എത്രയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ ചോദ്യം ഫൈൻഡ് മീഡിയൻ മാർക്ക്. ഇങ്ങനെയാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഈ ഓർഡറിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു വരുന്നത് പഠിച്ചു വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ആദ്യം തന്നെ എത്ര സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും എണ്ണം നമ്മൾ കൂട്ടി നോക്കിയാൽ മതി. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിള് നമുക്കൊന്ന് എഴുതി നോക്കാം. അതിൽ നിന്നും നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ ഈസി ആയിരിക്കും. അതൊന്ന് എഴുതി നോക്കാം. ഇപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് 0 മുതൽ 10 വരെ അല്ലേ, അപ് ടു 10 എത്ര കുട്ടികളുണ്ട്? 3 സ്റ്റുഡൻസ്. പിന്നെ അപ് ടു 20 വരെ എത്ര പേരുണ്ടാവും? ആദ്യത്തെ 3 പേരും പിന്നെ ഈ 7 കൂടെ ഉൾപ്പെടുന്നതാണ് അപ് ടു 20 എന്ന് പറയുമ്പോൾ. അപ്പോൾ 3 + 7 10 അല്ലേ, 10 എന്ന് കിട്ടും. പിന്നെയോ അപ് ടു 30 വരെ എന്ന് പറയുമ്പോൾ ഈ 10 പേര് ഉൾപ്പെടും, പിന്നെ ഈ 10 പേരും, അങ്ങനെ 20. പിന്നെ അടുത്തത് അപ് ടു 40 20ഉം ഈ 5ഉം 25. പിന്നെ അപ് ടു 50 എന്ന് പറയുമ്പോൾ 25ഉം ഈ 6ഉം 31. അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 31. കണ്ടാ, ഈ അവസാനം കിട്ടുന്ന ഈ നമ്പർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് മനസ്സിലാവും. 31 സ്റ്റുഡൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഇനി ഇവിടെയുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ്? 31 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. അങ്ങനെ ഓഡ് നമ്പർ ആണെങ്കിൽ 31 ആണെങ്കിൽ മധ്യമമായി വരുന്ന കുട്ടി എന്ന് പറയുന്നത് 31 + 1 31 + 1/2 32/2 16. 16ാമത്തെ കുട്ടിയുടെ മാർക്കാണ് ഇവിടെ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? മീഡിയൻ മാർക്കായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആയിരുന്നു ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ? 31 സ്റ്റുഡൻസ്, 31 കുട്ടികളാണുള്ളത്. ഇനി എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മീഡിയൻ ആയിട്ട് എടുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. 16ാമത്തെ, 16 എന്നല്ല എഴുതുന്നത്, 16ാമത്തെ കുട്ടിയുടെ
16th സ്റ്റുഡൻസ് മാർക്ക് അല്ലെ, മാർക്ക് ഓഫ് ദ 16th സ്റ്റുഡന്റ്, 16ാമത്തെ കുട്ടിയുടെ മാർക്കാണ് നമുക്കവിടെ മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മീഡിയൻ എന്ന് എഴുതിയിട്ട് കുട്ടികൾ ഇങ്ങനെ എഴുതാറുണ്ട് 31 + 1/2, 32/2, 16 എന്ന് മാത്രം എഴുതി വെക്കും. അങ്ങനെയല്ല, അത് എത്രാമത്തെ സ്റ്റുഡന്റ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അത് മീഡിയൻ അല്ല, 16 എന്ന് പറയുന്നത് മീഡിയൻ അല്ല, മധ്യമമല്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് 16ാമത്തെ കുട്ടിയുടെ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്ക്, ആദ്യത്തെ 1 മുതൽ 3 വരെയുള്ള കുട്ടികളുടെ മാർക്ക് 10ന് 10 അതിനധികം 10ന് താഴെയുള്ള മാർക്കുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 1 മുതൽ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചേക്കാം, ഇവിടെ 1 മുതൽ 3 വരെയുള്ള കുട്ടികളുടെ മാർക്ക് എത്രയാണ്? 10ന് താഴെയാണ്. ഇനി ഈ മാർക്കോ 20ന് താഴെ അല്ലെ. അപ്പൊ 10നും 20നും ഇടയ്ക്കുള്ള മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് 7 കുട്ടികളുണ്ട് അല്ലെ. അത് എത്രാമത്തെ കുട്ടികൾ മുതലായിരിക്കും? 3ാമത്തെ കുട്ടി വരെയുള്ളത് 10ന് താഴെയാണ്. പിന്നെയോ 4ാമത്തെ കുട്ടി മുതൽ 10ാമത്തെ കുട്ടി വരെ ഏത് മാർക്കിന് ഇടക്കാണ്? 10നും 20നും ഇടക്കാണ്. അപ്പോൾ 20നും 30നും ഇടക്കുള്ള എത്ര കുട്ടികളുണ്ട്? ഇവിടെ 10 പേരാണുള്ളത്. അതില് നമുക്ക് പറയാം 10ാമത്തെ കുട്ടി വരെ നമുക്ക് എവിടെ എത്തിയിട്ടുണ്ട്? 10നും 20നും ഇടക്കാണ്. 11ാമത്തെ കുട്ടി മുതൽ 20ാമത്തെ കുട്ടി വരെ 20നും 30നും ഇടക്കാണ് മാർക്ക്. ഇനിയോ 21ാമത്തെ കുട്ടി മുതൽ 25ാമത്തെ കുട്ടി വരെ എത്രയാണ് മാർക്ക്? 30നും 40നും ഇടക്കാണ്. 26 മുതൽ 31 വരെ കുട്ടികളുടെ മാർക്ക് 40നും 50നും ഇടക്കാണ്. ഈ ഒരു കാര്യം ഈ മീഡിയൻ മധ്യമം കാണുന്നതിന് മുമ്പ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കണം, ഈ ഒരു ഓർഡർ. ഇനി നോക്ക്, നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്ക്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മീഡിയൻ മാർക്ക് എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ ചോദിച്ചിരിക്കുന്നത് 11ാമത്തെ കുട്ടിയുടെ മാർക്ക്, അസ്യൂംഡ് മാർക്ക് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അതെന്തിനായിരിക്കും? കണ്ടോ, ഇവിടുത്തെ 11ാമത്തെ കുട്ടിയുടെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മധ്യമം കാണാനുള്ള കാര്യങ്ങളെല്ലാം ഈസി ആവും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നോക്ക്, 11ാമത്തെ കുട്ടി മുതൽ 20ാമത്തെ കുട്ടി വരെയുള്ള ആളുകളുടെ മാർക്ക് എവിടെയാണ്? കേട്ടോ, നമുക്ക് തന്നിരിക്കുന്നത് 20നും 30നും ഇടക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തേക്കാം, 20നും 30നും ഇടക്കാണ് അവിടെ തന്നിരിക്കുന്നത്. 20നും 30നും ഇടക്ക് എന്ന് പറയുന്ന സമയത്ത് ഏത് മാർക്കും ആവാം അല്ലെ. 20നും 30നും ഇടക്കുള്ള ഏത് മാർക്കും ആവാം. അത് തന്നെ 11നും 20നും ഇടക്ക് ഉള്ള കുട്ടികളായിട്ടാണ് 16ാമത്തെ കുട്ടി വരുന്നത്. പക്ഷെ ഇവിടെ ഓരോ കുട്ടിയുടെയും കൃത്യമായ മാർക്ക് നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ 16ാമത്തെ കുട്ടിയുടെ മാർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ കാണുന്ന ക്ലാസ്സിന്റെ ഇതിനെ നമ്മൾ മീഡിയൻ ക്ലാസ് എന്നാണ് പറയുക, മധ്യമ വിഭാഗം എന്നാണ് നമുക്ക് ഇതിനെ പറയാവുന്നത്. ഈ മീഡിയൻ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട്. അതുകൊണ്ട് ഈ മീഡിയൻ ക്ലാസ് നമുക്ക് 10 മുതൽ 20 വരെ ഉള്ള മാർക്കിന്റെ 20 മുതൽ 30 വരെയുള്ള മാർക്കിന്റെ ക്ലാസ് ആണ് തന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് 10 കുട്ടികളുണ്ട് താനും. അപ്പോൾ ഈ ഒരു വലിയ ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? 10 സബ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യണം, ഉപവിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് 10 ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടോ, ഇങ്ങനെ 10 ഉപവിഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഓരോ ഉപവിഭാഗത്തിന്റെയും നടുക്കുള്ള മാർക്ക് കണ്ടുപിടിച്ച് ആ മാർക്ക് ഈ 10 കുട്ടികൾക്കും നമ്മൾ ഓരോരുത്തർക്കായി കൊടുക്കാൻ പോവാണ്. അപ്പൊ എങ്ങനെ കൊടുക്കുക? 20നും 30നും ഇടയ്ക്കുള്ള ഈ സബ് ക്ലാസ്സുകൾ, ഉപവിഭാഗങ്ങളെ തിരിക്കുമ്പോൾ ഏത് അടിസ്ഥാനത്തിൽ തിരിക്കും? അവ തിരിക്കുന്ന ക്ലാസ്സിന് ഒരു ലെങ്ത് വേണ്ടേ? ആ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? ആ ലെങ്ത് കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ ഡി എന്ന് സൂചിപ്പിച്ചേക്കാം. ഡി എന്ന് പറയുന്ന ആ ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റ് കുറയ്ക്കുക. അങ്ങനെ ആ ക്ലാസ്സിൽ എത്ര ആളുകളുണ്ട് നോക്കുക. ഇവിടെ എത്ര ആളുകളുണ്ട്? 10 ആളുകളാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പൊ ഈ 10 ആളുകൾക്ക് ഈ സബ് ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 30 - 20 എന്ന് പറയുമ്പോൾ 10, 10/10 = 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഓരോ സബ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ക്ലാസ്സിന്റെ ലെങ്ത് 1 ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്തേക്കാം. 20നും 30നും ഇടയ്ക്ക് 10 എണ്ണം ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 21, 22, 23, അങ്ങനെ 29, 30 ഇങ്ങനെ സബ് ക്ലാസ്സുകളായിട്ട് ഉപവിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഓരോ ഉപവിഭാഗത്തിന്റെയും നടുക്കുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഈ ഒന്നാമത്തേത്, ഇത് 2ാമത്തെ ക്ലാസ്, ഇത് 3ാമത്തെ ക്ലാസ് സബ് ക്ലാസ്സുകളാണ്. ഇനി ഇതിന്റെ ഒക്കെ നടുക്ക് വരുന്ന വാല്യൂ 20നും 21നും ഇടയ്ക്ക് വരുന്ന വാല്യൂ എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുക?
ഇത് രണ്ടും കൂടെ കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. അപ്പോൾ 20 + 21 41. 41ന്റെ പകുതി 20 എന്ന് കിട്ടും. 20.5 എന്ന് കിട്ടും. 11ാമത്തെ കുട്ടിക്കല്ലേ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ 20 എന്ന് പറയുന്ന മാർക്ക് ഏത് കുട്ടിക്ക് നമ്മൾ അസൈൻ ചെയ്യും? 11ാമത്തെ കുട്ടിക്ക് അസൈൻ ചെയ്തു. നമുക്കതിനെ x11 എന്ന് കൊടുത്തേക്കാം. x11 ആണ് ആ കുട്ടിയുടെ സ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ 1ാമത്തെ കുട്ടി മുതൽ 31ാമത്തെ കുട്ടികൾ വരെയുള്ളതിന് x1 x2 x3 അങ്ങനെ x31 വരെ കൊടുക്കുകയാണെങ്കിൽ 11ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്രയാണ്? 20 അങ്ങനെയാണെങ്കിൽ 12ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്രയായിരിക്കും? x12 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20യോട് 1 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 21.5 എന്ന് കിട്ടും. 21.5. ഇനി അങ്ങനെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ കുട്ടികളുടെയും മാർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇപ്പൊ കയ്യിലുള്ളത് ഇതാണ്. 11ാമത്തെ കുട്ടിയുടെ മാർക്ക് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. എത്രയാണ്? x11 നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 20. ഇതായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. 11ാമത്തെ കുട്ടിയുടെ അസ്യൂംഡ് മാർക്ക് എന്താണ് എന്നായിരുന്നു ഒരു ചോദ്യം. അതെത്രയാണ്? 20. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്രാമത്തെ കുട്ടിയുടെ ആണ്? 16ാമത്തെ കുട്ടിയുടെ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. 16ാമത്തെ കുട്ടിയുടെ മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 11ാമത്തെ കുട്ടിയോട് നമുക്ക് 5 ലെങ്ത് കൂട്ടിയാൽ പോരെ. 5d കൂട്ടിക്കഴിഞ്ഞാൽ ശരിയല്ലേ? 11 + 5 16. 11നോട് 5 കൂട്ടിയാൽ 16 കിട്ടും. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ കുട്ടിയുടെ വാല്യൂ എത്രയായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കാം. x11 എന്ന് പറയുന്നത് 20.5 ആണ്. പ്ലസ് 5d. d എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 1 ആണ്. അപ്പോൾ 20.5 പ്ലസ് 5 സമം 25.5. 25.5 എന്ന് പറയുന്ന മാർക്കാണ് 16ാമത്തെ കുട്ടിയുടെ മാർക്കായിട്ട് കിട്ടുക. ഈ മാർക്കാണ് ഇവിടുത്തെ മധ്യമ മാർക്ക്, മീഡിയൻ മാർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടോ, ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ഓർമ്മയില്ലേ? ആദ്യം ചെയ്തത് ഇവിടെ ആകെ എത്ര കുട്ടികളുണ്ട് കണ്ടുപിടിക്കുക. പിന്നെ അവിടെ എത്രാമത്തെ കുട്ടിയുടെ മാർക്കാണ് മധ്യമ മാർക്കായിട്ട്, മീഡിയൻ മാർക്കായിട്ട് വരുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും മീഡിയൻ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ മീഡിയൻ ക്ലാസ്സിനെ നമുക്ക് സബ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ സബ് ക്ലാസ്സിലെയും ഏത് വാല്യൂ ആണ് ഓരോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. അതിന് ഫസ്റ്റ് സബ് ക്ലാസ്സിലെ ഫസ്റ്റ് കൊടുക്കേണ്ട കുട്ടികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് ചോദ്യമായിട്ട് തന്നെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇത്രാമത്തെ കുട്ടിയുടെ അല്ലെങ്കിൽ ഇത്രാമത്തെ ആളുടെ മീഡിയൻ വാല്യൂ എത്രയാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വലിയ പ്രയാസമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 11ാമത്തെ കുട്ടിയുടെ മാർക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ ഏത് കുട്ടിയുടെ മാർക്കും നമ്മുടെ സമാന്തര ശ്രേണിയിലെ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഞാനിവിടെ d എന്ന് തന്നെ ആ ലെങ്ത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്. ഇനി ഇവിടെ 16ാമത്തെ കുട്ടിയുടെ മാർക്ക് നമ്മുടെ മീഡിയൻ മാർക്കായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇതേ ഓർഡറിൽ തന്നെ എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്ത രീതികൾ കൃത്യമായി മനസ്സിലാക്കുക, ചെയ്തു നോക്കുക. ഇവിടെ കണ്ടോ, ബോർഡിൽ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഒരു ഫാക്ടറിയിലെ കുറേ വർക്കേഴ്സിൻ്റെ, കുറേ ജോലിക്കാരുടെ ഡെയിലി വേജിൻ്റെ വിവരങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി വർക്കേഴ്സ് ആർ ദർ? അവിടെ എത്ര ജോലിക്കാർ ഉണ്ട്? രണ്ടാമത്തെ ചോദ്യം, ഇഫ് വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഡെയിലി വേജ്, വിച്ച് വർക്കേഴ്സ് വേജ് ഈസ് ദ മീഡിയൻ വേജ്? ഇവിടെ ജോലിക്കാരെല്ലാം അവരുടെ ഡെയിലി വേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഏത് പൊസിഷനിലുള്ള എത്രാമത്തെ ജോലിക്കാരൻ്റെ ഡെയിലി വേജാണ്, വേതനമാണ്, ദിവസ വേതനമാണ് മധ്യമ വേതനമായിട്ട് കണക്കാക്കുന്നത്? ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അസ്യൂംഡ് വേജ് ഓഫ് 21st വർക്കർ? 21ാമത്തെ സ്ഥാനത്ത് വരുന്ന ജോലിക്കാരൻ്റെ വേതനം എത്രയാണ്? നാലാമത്തെ ചോദ്യം, ഫൈൻഡ് മീഡിയൻ വേജ്, മധ്യമ വേതനം കണക്കാക്കുക എന്ന്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഒന്ന് വരയ്ക്കണം. അതൊന്ന് വരച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ അപ് ടു 300 വരെ എത്ര പേരുണ്ട്? 5 പേരാണ് ഉള്ളത്. 400 വരെ എത്ര പേരുണ്ട്? ഈ 5ഉം 7ഉം കൂട്ടിയാൽ കിട്ടുന്ന 12. 500 വരെ എത്ര പേരുണ്ട്? 12ഉം 8ഉം 20. പിന്നെ 600 വരെ 20ഉം 10ഉം 30. 700 വരെ 30ഉം 15ഉം 45. 800 വരെ 45ഉം 7ഉം 52.
900 വരെ 52 രണ്ടും 54. ഇനി ഇവിടെ എത്ര ജോലിക്കാരുണ്ട്? 54 ജോലിക്കാരാണുള്ളത്. ശരിയല്ലേ? 54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരട്ട സംഖ്യയല്ലേ? 54 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 254 ഈസ് ആൻ ഈവൻ നമ്പർ. നേരത്തെ ഓഡ് നമ്പർ ആയിരുന്നു നമ്മൾ ചെയ്തത്. ഓഡ് നമ്പർ ഒറ്റ സംഖ്യ ആവുന്ന സമയത്ത് മീഡിയൻ വരുന്നത് എത്രാമത്താണ് കണ്ടുപിടിക്കാൻ, മധ്യമം എത്രാമത്താണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന നമ്പറിനോട് 1 കൂട്ടുക, പകുതി കാണുക. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് മീഡിയൻ ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, 54 ഒരു ഇരട്ട സംഖ്യയാണ്, ഈവൻ നമ്പറാണ്. ഇങ്ങനെ ഈവൻ നമ്പർ വന്നാൽ, ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ മധ്യമമായി വരുന്നത് 2 വാല്യൂസ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റനിൽ കണ്ടതല്ലേ, ഇരട്ട സംഖ്യ ആണെങ്കിൽ, ഈവൻ നമ്പർ ആണെങ്കിൽ മധ്യത്തിൽ 2 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ 2 വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം ആ വാല്യൂസിന്റെ ആവറേജ് എടുക്കുകയാണ് മധ്യമം കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതി. അപ്പോൾ ഈ 54 ആയതുകൊണ്ട് 54 ആകുമ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ജോലിക്കാരുടെ വേതനമാണ് കണ്ടുപിടിക്കേണ്ടി വരിക? 54ന്റെ പകുതി എന്ന് പറയുന്നത് 27 അല്ലേ? 54ന്റെ പകുതി 27ആണ്. 27ാമത്തെയും അതുപോലെ 28ാമത്തെയും ജോലിക്കാരുടെ വേതനം കണ്ടുപിടിച്ച് അവ രണ്ടും കൂട്ടി അതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മധ്യമ വേതനമായി. ശരിയല്ലേ? മീഡിയൻ വേജ് ആയി എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നേരത്തെ ചെയ്തതുപോലെ കാര്യങ്ങളിലേക്ക് പോകണം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ എന്തായിരുന്നു? എത്ര വർക്കേഴ്സ് ഇവിടെ ഉണ്ട്? ഹൗ മെനി വർക്കേഴ്സ് ആർ ദർ? 54 എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്രാമത്തെ ജോലിക്കാരുടെ വേതനമാണ് ഇവിടുത്തെ മീഡിയൻ വേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറയേണ്ടത് എന്താണ്? മീഡിയൻ വേജ് എന്ന് പറയുന്നത് 27ാമത്തെയും 28ാമത്തെയും ജോലിക്കാരുടെ വേതനത്തിന്റെ തുകയുടെ പകുതി എന്ന് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ എഴുതണം? മീഡിയൻ വേജ്, മധ്യമ വേതനം, 27th വാല്യൂ പ്ലസ് 28th വാല്യൂ ബൈ 2 എന്ന് എഴുതണം. 27th വാല്യൂ പ്ലസ് 28th വാല്യൂ ബൈ 2 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 27ാമത്തെ വാല്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഓരോ വേജും എത്ര മുതൽ എത്ര വരെയുള്ള ആളുകളുടേതാണ് എന്ന് നമ്മൾ നേരത്തെ എഴുതിച്ചതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാവും. ഇവിടെ നമുക്ക് 300 വരെ എന്ന് പറയുന്ന സമയത്ത് 1ാമത്തെ ജോലിക്കാരൻ മുതൽ 5ാമത്തെ ആളുടെ വരെയാണ് അപ് ടു 300 വരിക. ഇവിടെയാണെങ്കിലോ 6 മുതൽ 12 വരെ, 6 മുതൽ 12 വരെ ജോലിക്കാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെയാണെങ്കിലോ 13 മുതൽ 20 വരെ ജോലിക്കാരുടെ കാര്യമാണ്. ഇവിടെ 21 മുതൽ 30 വരെ ജോലിക്കാരുടെ കാര്യം പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ 31 മുതൽ 45 വരെ, ഇവിടെ 46 മുതൽ 52 വരെ, ഇവിടെ 53ഉം 54ഉം വർക്കേഴ്സിന്റെ കാര്യങ്ങൾ ഇവിടെയും പറയുന്നുണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു? മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, വാട്ട് ഈസ് ദ അസ്യൂംഡ് വേജ് ഓഫ് 21st വർക്കർ എന്ന്. 21ാമത്തെ ജോലിക്കാരന്റെ അസ്യൂംഡ് വേജ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അങ്ങനെ ചോദിക്കാൻ കാരണം? ഇവിടുത്തെ മീഡിയൻ ക്ലാസ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. മീഡിയൻ ക്ലാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 27ാമത്തെയും 28ാമത്തെയും ജോലിക്കാർ വരുന്നത് ഏത് ക്ലാസ്സിലാണ്, ഏത് വിഭാഗത്തിലാണ് എന്ന് നോക്കിയാൽ പറയാം. 27ാമത്തെയും 28ാമത്തെയും ആൾ വരുന്നത് എവിടെയാണ്? 21 മുതൽ 30 വരെയുള്ള ആളുകൾ വരുന്നത് എവിടെയാണ്? അപ് ടു 600 ആണ്. എന്ന് പറഞ്ഞാൽ 500നും 600നും ഇടക്ക് വേതനമുള്ള ആളുകളുടെ ആണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ് ടു 600 എന്ന് പറയുന്ന ആ ഭാഗത്താണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ 27ാമത്തെ 28ാമത്തെ ആളുകൾ ഉൾപ്പെടുന്ന ഈ ഒരു ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് 500 to 600 ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് 27ാമത്തെയും 28ാമത്തെയും ആളുകളുടെ വേതനം കണ്ടുപിടിച്ച് അവയുടെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തേക്കാം. ഇവിടെ 500 to 600 എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ എത്ര ആളുകളുണ്ട്? ഇവിടെ 500 ആണ്. 500 to 600 എത്ര ആളുകളുണ്ട്? 10 പേരാണുള്ളത് അല്ലെ? അപ്പൊ ഈ 10 ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ സബ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യും, ഉപവിഭാഗങ്ങളായിട്ട് തിരിക്കും. ആ ഓരോ ഉപവിഭാഗത്തിന്റെയും മധ്യത്തിലുള്ള വാല്യൂവിനെ നമ്മൾ ഓരോ ആളുകൾക്കും അസ്യൂംഡ് വാല്യൂ ആയിട്ട്, അസ്യൂംഡ് വേജ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആ സബ് ക്ലാസ്സുകളുടെ ലെങ്ത് നമ്മൾ തീരുമാനിക്കണം. ആ ലെങ്ത് തീരുമാനിക്കുന്നത് എങ്ങനെയായിരുന്നു? ഡി ലെങ്ത് എങ്ങനെയായിരുന്നു? ഈ നമ്മുടെ ക്ലാസിന്റെ, മീഡിയൻ ക്ലാസിന്റെ അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ 600 to 600 മൈനസ് 500 ഡിവൈഡ് ബൈ അവിടെ എത്ര ആളുകളുണ്ട് നോക്കുക.
ഇവിടെ 10 ആളുകളാണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുക 100/10 = 10 എന്ന് കിട്ടും. ഓരോ സബ് ക്ലാസിന്റെ ലെങ്ത് എത്ര വീതം എടുക്കണം? 10 വീതമാണ് എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് 500 to 510, നെക്സ്റ്റ് 510 to 520, പിന്നെ 520 to 530, അങ്ങനെ 590 to 600, 590 to 600 ഇങ്ങനെ സബ് ക്ലാസ്സുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി ഓരോ സബ് ക്ലാസിന്റെയും മധ്യത്തിൽ വരുന്ന വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാനോ? ഇവിടുത്തെ സെന്റർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. 500നും 510നും ഇടയ്ക്കുള്ള വാല്യൂ എത്രയാണ്? 500 + 510/2. അപ്പോൾ നമുക്ക് കിട്ടുക 505 എന്ന് കിട്ടും. 505. ഈ 505 505 എന്ന് പറയുന്ന വാല്യൂ ആണ് ആരുടെ വേജ്? അസ്യൂംഡ് വേജ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. നോക്ക്, ഇവിടെ 21 മുതൽ 30 വരെയുള്ള ആളുകളുടെ, ആ സ്ഥാനത്തുള്ള ആളുകളുടെ വാല്യൂവിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് 21ാമത്തെ ആളുടെ വേജിനെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ 505 എന്ന് പറയുന്നത് ആരുടെ വേജ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 21ാമത്തെ ആളുടെ വേജ് ആയിട്ട് കണക്കാക്കും. ഞാൻ അതിനെ X21 എന്ന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ X22 22ാമത്തെ ആളുടെ അസ്യൂംഡ് വേജ് എന്തായിരിക്കും? ഈ 505നോട് നമ്മുടെ ഇതിനകത്ത് കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ 515 515 ആണ് ആളുടെ വേജ് വരിക. 22ാമത്തെ ആളുടെ അസ്യൂംഡ് വേജ് ആയിട്ട് നമ്മൾ എടുക്കുക. ഇനി ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മീഡിയൻ വേജിലേക്ക് പോകുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്? 27ാമത്തെയും 28ാമത്തെയും ആളുകളുടെ വേജ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മുടെ കയ്യിലുള്ളത് X21 21st പൊസിഷനിലുള്ള ആളുടെ അസ്യൂംഡ് വേജ് ആണ്. അത് 505 ആണ്, 505 ആണ്. അങ്ങനെയാണെങ്കിൽ 27 അല്ലേ? 27ാമത്തെ X27 എന്ന് പറയുന്നത് എന്തായിരിക്കും? X21നോട് എത്ര ലെങ്ത് നമ്മൾ കൂട്ടണം? 6 ലെങ്ത് ആണ് നമ്മൾ കൂട്ടേണ്ടി വരിക അല്ലെ? 21നോട് 6 കൂട്ടുമ്പോഴാണ് 27 ആവുക. അപ്പോൾ X21 നമ്മുടെ കയ്യിലുള്ളത് 505 ആണ്. അതിനോട് 6 × 10 അല്ലെ? D = 10 ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുക 505 + 60, അതായത് 565 565 ആണ് 27ാമത്തെ ആളുടെ അസ്യൂംഡ് വേജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 28ാമത്തെ ആളുടെ വേജ് എന്തായിരിക്കും? X28 = 565നോട് 10 കൂടെ കൂട്ടിയാൽ പോരെ? 565നോട് വീണ്ടും 10 കൂട്ടി കഴിഞ്ഞാൽ 575 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 27ാമത്തെയും 28ാമത്തെയും ആളുകളുടെ അസ്യൂംഡ് വേജ് ആയിട്ടുണ്ട്. ആ വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി ഇവിടെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. 27ാമത്തെ വാല്യൂ 565 + 575/2 ഉണ്ടോ? 27ാമത്തെ ആളുടെ വേജും 28ാമത്തെ ആളുടെ വേജും കൂട്ടുന്നു, അതിന്റെ പകുതി എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത് 1140/2 570 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ വേജ് എന്ന് പറയുന്നത് ഏതാണ്? 570 ആണ്. വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് ഒക്കെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ അതേ ഓർഡറിൽ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. എല്ലാവരും വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് ധൃതി പിടിച്ച് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് സാവധാനം വളരെ ശ്രദ്ധയോടെ ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.